ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോളേജിൽ നിന്ന് ട്രിപ്പ് പോകുന്നുണ്ട്, അതും ഊട്ടിയിലേക്ക്. അപ്പോൾ നാളെ രാവിലെ 3 മണിയാകുമ്പോഴത്തേക്കാണ് പിന്നെ അവിടുന്ന് ബസ് വിടുക. അപ്പോൾ ഇവിടുന്ന് ടൗണിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഏർലി മോർണിംഗ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് ദൂരെ നിന്ന് വരുന്ന കുറച്ച് കുട്ടികളും കൂടി നമ്മൾ കോളേജിന് തൊട്ട് മുന്നേ തന്നെ ഒരു ഡോർമെറ്ററി അവിടെ റൂം എടുത്തിട്ടുണ്ട്. സോ ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചത്. റൂമിലെത്തി. ഇതാണ് നമ്മളെ റൂം. ക്യാപ്സ്യൂൾസ് റൂംസാണ് കേട്ടോ, മേലെയും താഴെയും ഉണ്ട്. സോ ഇവിടെയാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഗൈസ് ഹായ് പറയൂ. ഹായ്. കഴിക്കാൻ പോവും, അപ്പോഴത്തേക്ക് എന്നിട്ട് കുറച്ച് കിടക്കും. നമ്മൾ പിന്നെ 2:30 ആകുമ്പം നമ്മൾ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുന്നിലെത്താനാണ് പറഞ്ഞപ്പോൾ ആ സമയത്ത് നമ്മൾ ഇവിടെ KBCയിലാണ് കേട്ടോ പോകുന്നത്. KBC കുട്ടിച്ചിറ ബിരിയാണി സെൻറ്ററിൽ ബിരിയാണി കഴിക്കാൻ പോവാണ്. സോ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. കേട്ടോ 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 നോക്കി നടന്നത് വെറുതെ ആയി ഗൈസ്, ബിക്കോസ് കുട്ടിച്ചിറ ഈസ് ക്ലോസ്ഡ്. നമ്മൾ എന്ത് ചെയ്യും? കുട്ടിച്ചിറ ക്ലോസ് ആയതുകൊണ്ട് നമ്മൾ വേറെ സ്പോട്ടിലേക്ക് പോവാണ് അല്ലേ ഗൈസ്? കുട്ടിച്ചിറ നമ്മൾ ആഗ്രഹിച്ച് പോയതാണ്. നമ്മളിങ്ങനെ ടോപ്പ് ഫോം അല്ലെങ്കിൽ കുട്ടിച്ചിറ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വിരൽ വെച്ച് ചൂസ് ചെയ്യുക ചെയ്തേ. പക്ഷെ വർഷം മാത്രം ടോപ്പ് ഫോം പറഞ്ഞ് നമ്മളെല്ലാവരും കുട്ടിച്ചിറ പറഞ്ഞു. ഇത് നമ്മൾ ടോപ്പ് ഫോമിലേക്ക് പോകും. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. ഫുഡ് കഴിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? കിടിലം ഫുഡ് ഗൈസ്. പക്ഷേ എൻ്റെ ചിക്കൻ പീസ് എടുത്തത് ഫുൾ അനാമികയാണ് കേട്ടോ. ചിക്കൻ കിട്ടിയിട്ടില്ല. ഞാനല്ല ഗൈസ്, വെറുതെ കള്ളം പറയുകയാണ് ഗൈസ്, കള്ളം പറയുക. നമ്മളിനി എന്താ ചെയ്യുക? ഇനി നമ്മൾ റൂമിലേക്ക് പോകും. ഞാൻ മാസ്ക് ഇട്ടത് വേറൊന്നും കൊണ്ടല്ല, ബിക്കോസ് എനിക്ക് അലർജീൻ്റെ പ്രശ്നമുണ്ട്. സോ ദാറ്റ്സ് വൈ ഞാൻ മാസ്ക് ഇട്ടു. കാറ്റ് കൊള്ളുമ്പം എനിക്ക് പ്രശ്നമാണ്, ചുമ വരും. സോ അതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഇട്ടു. സോ നമുക്ക് റൂമിലേക്ക് പോവാം. ഓക്കേ, ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. സോ എല്ലാവരും എത്തി ഗൈസ്, എല്ലാവരും എത്തി. എല്ലാവരും അല്ല, ഐ മീൻ കുറച്ചാളെത്തി, ഇനി കുറച്ചാൾ എത്താനുണ്ട്. നിർത്തിയിട്ടുണ്ട് ബിക്കോസ് നമുക്ക് വാഷ്റൂം യൂസ് ചെയ്യാം. അതുകൊണ്ട് വാഷ്റൂം എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇവിടെ ഭയങ്കര സ്ലീപ്പിങ്ങിലാണ്. അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. എന്ത് ശാന്തമായ ഉറക്കം. ഏത് ശാന്തമാ? ശാന്തമല്ല, ശാന്തത. ശാന്തത കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അത് അല്ലടാ. നീ എന്തിനാ അതിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ? ലിപ്സ്റ്റിക് കൂടുതലാണോ? ലിപ്സ്റ്റിക് ഇട്ടാ നീ അറിയുന്നില്ലേ? എന്റെ ചുണ്ടിന്റെ ചുമന്ന കളർ കൊണ്ടായിരിക്കും അറിയാതെ. ശരിക്കും ഞാൻ ഇട്ടായിരുന്നു ഏട്ടാ. ലിപ്സ്റ്റിക് ഇട്ടായിട്ട് തോന്നിയില്ല ശരിക്കും. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് നമ്മൾ അവസാനം ഊട്ടി എത്തി. നമ്മൾ രാവിലത്തെ വിഷ്വൽസ് കാണിക്കാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ബസ്സിൽ കയറി തന്നെ ഉറങ്ങി. കാരണം നല്ല ടയർഡായിരുന്നു. കാരണം ഏർലി മോർണിംഗ് ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര ടയർഡായിരുന്നു. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ഒന്ന് ഉറങ്ങി. അവസാനം നമ്മൾ ഫുഡ് കഴിക്കേണ്ട സ്ഥലത്തെത്തി. ഫുഡ് കുറേ ഐറ്റംസ് ഇല്ലെങ്കിലും നമ്മൾ അത്യാവശ്യം ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ദോശ ഉണ്ടായിരുന്നു, നല്ല അപ്പം പോലത്തെ ദോശ. അത് പിന്നെ ഇഡ്ഡലി ഉണ്ടായിരുന്നു, പുട്ടുണ്ടായിരുന്നു, പൂരി ഉണ്ടായിരുന്നു. പിന്നെ കറിയിൽ എന്താ സാമ്പാർ, ചട്നി, വേറെന്തോ ഒരു മസാലക്കറി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ദോശയുടെ കൂടെ കഴിക്കാനാണ് തോന്നുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഒരു കടലക്കറി, ചമ്മന്തി ഉണ്ടായിരുന്നു, ചട്നി ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു കറികളായിട്ടുള്ള. ഞാനാകെ പൂരിയും ഒരു പൂരി എല്ലാം ഓരോന്നോരോന്നെടുത്ത് പുട്ട് എടുത്തിട്ടില്ല. ഒരു പൂരി, ഒരു ദോശ, പിന്നെ ബാക്കി എല്ലാ കറി എടുത്തു.
പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് പൂരിയും കടലക്കറിയായിരുന്നു. പക്ഷേ ആ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ദോശയും സാമ്പാറാണെങ്കിലും ബാക്കിയൊക്കെ അടിപൊളിയാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് പൂരിയും കടലക്കറിയാണ്. സമയം നമ്മളവിടെ നിന്നില്ല. നമ്മളൊന്ന് ഫ്രഷായി ഫുഡ് കഴിച്ചു. നേരെ നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് പോയി. ലേറ്റ് ആവാൻ നിന്നില്ല, വേഗം തന്നെ നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് പോയി. ഇതായിരുന്നു നമ്മൾ ഇൻഡസ്ട്രി റേഡിയോ ആസ്ട്രോണമി സെൻറ്റർ. ഇവരധികം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല, വീഡിയോ എടുത്തു പക്ഷേ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വിഷ്വൽസ് കാണിക്കുന്നില്ല. പക്ഷേ അവർ വെൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു എന്താണ് എങ്ങനെയാണെന്നൊക്കെ. വേഗം തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറിത്തിങ് അവർ A to Z കാര്യങ്ങൾ നല്ല പോയിൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നു. അവരെ പണ്ടത്തെ കാര്യങ്ങൾ തൊട്ട് ഇപ്പം നടക്കുന്ന പ്രസൻറ്റ് സിറ്റുവേഷൻ വരെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല ക്ലാസ്സായിരുന്നു. വിഷ്വൽസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അത് എനിക്ക് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കാണിക്കാനില്ല. ഞാൻ കാണിച്ചിരുന്നു. നല്ല അടിപൊളിയായിരുന്നു, കാണാനൊക്കെ വ്യൂ ആയിരുന്നു, നല്ല വ്യൂ ആയിരുന്നു. പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സ്ഥലത്ത് തന്നെയാണ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. സോ ലഞ്ച് നമുക്ക് ബിരിയാണി ആയിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു ഗൈസ്. ഞാൻ അങ്ങനെ അച്ചാർ കൂട്ടാത്ത ഒരാളാണ്. ഞാൻ അച്ചാർ വാങ്ങുമെങ്കിലും ഞാൻ അച്ചാർ കൂട്ടാത്തൊരാളാണ്. പക്ഷേ എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമായി, എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ പിന്നെ ഇവരുടെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ബിരിയാണി കഴിച്ചു. നേരെ നമ്മൾ ടീ ഫാക്ടറിയിലേക്കാണ് പോയത്. ടീ ഫാക്ടറിയിലത്തെ വിഷ്വൽസ് എനിക്ക് അങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്നാമത് കോട വീണിട്ട് ഭയങ്കര തണുപ്പായിരുന്നു, വെച്ചാൽ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പം ഒന്നാമത് ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ വ്ളോഗിങ് എനിക്ക് മറന്നുപോയി വ്ളോഗ് എടുക്കാൻ. കാരണം ഞാൻ ഓർമ്മിച്ചാണ് ഓരോ സ്ഥലത്തും വ്ളോഗ് എടുത്തത്. ഫസ്റ്റ് പ്രോസസ്സ് തേയിലിട്ട് നമ്മളിങ്ങനെ അരച്ചെടുക്കുന്ന പ്രോസസ്സാണ്. പിന്നെ ഇങ്ങനെ ഓരോരോ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൊടിയായി വരുന്ന ഓരോരോ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ പോയി ഓരോരോ ചോക്ലേറ്റ് നമുക്ക് ട്രൈ ചെയ്യാൻ 3 ചോക്ലേറ്റ് തന്നു. നല്ല ചോക്ലേറ്റ് ആയിരുന്നു. അങ്ങനെ ഒന്നാമത്തെ ദിവസം ഓൾമോസ്റ്റ് കഴിഞ്ഞു. നോക്കൂ, നല്ല വ്യൂ ആണ് ഇത്. ടീ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ. അടിപൊളിയാണ്, നല്ല വ്യൂ ആണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ പോയി. ഒന്നാമത്തെ ദിവസം നമ്മൾ വേറൊരു റിസോർട്ടിൽ പോയി. ആ റിസോർട്ടിലായിരുന്നു നമ്മൾ സ്റ്റേ. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു. നമ്മൾ രാത്രി മന്തി കഴിച്ചു, ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം നല്ല തണുപ്പായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. സോ ഇന്ന് ഞാൻ എന്തായാലും ബൈ ഗൈസ്. നേരത്തെ ഞാൻ പറഞ്ഞ റിസോർട്ട് ഉണ്ടല്ലോ ഗൈസ്, അത് ഇതാണ്. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അവിടെ അടിപൊളിയായിരുന്നു, റൂംസും കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു. നമ്മളങ്ങനെ റൂം വെക്കേറ്റ് ചെയ്തു. അടുത്ത സ്പോട്ടിലേക്ക് നീ വിട്ടെടുത്തോ, പിടിച്ചോളൂ. അങ്ങനെ നമ്മൾ ലൗഡേൽ ലേക്കോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് പറയാം അവിടുത്തെ. പക്ഷേ നമ്മൾ ബോട്ടിലൊന്നും കയറിയില്ല, ബോട്ടിൽ കയറാനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടിയില്ല. പിന്നെ അവിടെ കുറച്ച് ഉള്ളോട്ട് പോയപ്പോൾ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആ പെൻഗിൻ ഉണ്ടല്ലോ, ആ പെൻഗിനെ എനിക്ക് വേണമെന്നുള്ളൊരു ഇതിൽ ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ പൈസ വേസ്റ്റ് എന്നല്ലാതെ എനിക്ക് കിട്ടിയില്ല. വേറെ 2 ആൾക്കാരും കൂടി ട്രൈ ചെയ്തു, പക്ഷേ അവർക്കും കിട്ടിയില്ല. അതുകൊണ്ട് എനിക്കൊരു സമാധാനമായി. അങ്ങനെ നമ്മൾ ലേക്കിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ലൗഡേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മളെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു.
നല്ല സ്പോട്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. കാരണം ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ അവിടെ നിർത്തും. പിന്നെ നമ്മൾ ഷോപ്പിങ്ങിലേക്ക് പോവാണ്. കുറേ നടന്ന് നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവാണ്. റസിൽ ഭയങ്കര ഇൻട്രോ ആണ്. എന്തായാലും ഒരു ഇൻവെർട്ടറാണ്. ഇവൻ്റെ വിചാരം വലിയ സെലിബ്രിറ്റി ആണെന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചിട്ട് ഇവനെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. ഉച്ചക്കത്തെ ഫുഡ് കുറച്ച് ലേറ്റായി കഴിക്കാൻ. അപ്പോൾ ഫുഡ് കഴിച്ചു. എന്നിട്ട് ഇപ്പം എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഗൈസ്. ഭയങ്കര തണുപ്പാണ്. ഞാൻ കോട കാണിച്ചു തരാം. നമുക്ക് ഭയങ്കര തണുപ്പാണ്. സമയം 4 മണിയോ 4:20 പക്ഷേ ഭയങ്കര തണുപ്പ്. ഫുൾ കോട ഭയങ്കര തണുപ്പുണ്ട്. അപ്പോൾ നമ്മളെ ക്ലാസ്സിൽ വണ്ടിയിലൊരു കുട്ടിക്ക് വയ്യാത്തതുകൊണ്ട് മാമും പിന്നെ എല്ലാവരും കൂടി മാമൊക്കെ കൂടി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. സോ അതുകൊണ്ട് കുറച്ച് ലേറ്റാണ് പോയത്. സോ ഇനി അവരൊക്കെ ഫുഡ് കഴിച്ചിട്ട് വേണം നമ്മളിവിടേക്ക് പോകാൻ. അപ്പോൾ ഞാൻ വീട്ടിലെത്തി. ഞാൻ എൻ്റെ വീട്ടിലുള്ളത് കണ്ണൂർ. ഇന്നലെ ബാക്കിയുള്ള വിഷ്വൽസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്നലെ ഉച്ച വരെ ഉള്ള വിഷ്വൽസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഓരോ ആൾക്കാരും സൈഡായിട്ടുള്ള എല്ലാവരും സൈഡായിരുന്നു, ഈച്ച് ആൻഡ് എവറി പേഴ്സൺ. അപ്പോൾ മര്യാദയ്ക്ക് വിഷ്വൽസ് ഞാനും സൈഡായി. മര്യാദയ്ക്ക് വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എൻജോയ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. സോ ഞാൻ നേരത്തെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കുട്ടിക്ക് വയ്യാത്തതുകൊണ്ട് നമ്മൾ 2 സ്പോട്ട് ക്യാൻസലായിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബാക്കി പിന്നെ അതുകൊണ്ട് തന്നെ എൻജോയ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പാട്ട് വെച്ചിട്ടില്ല, ഡാൻസ് ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ 1ാമത്തെ ദിവസം ഓക്കെ ആയിരുന്നു. പക്ഷെ 2ാമത്തെ ദിവസം ഫുൾ ഫ്ലോപ്പായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതേപോലത്തെ വീഡിയോ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.